ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റഡി ടേബിൾ ഞാനിന്ന് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ബോക്സിലൊക്കെ ഇരിക്കുന്ന പേനയും പെൻസിൽസും കളർ പെൻസും ഒക്കെ എടുത്ത് മേശപ്പുറത്തോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോക്സ് ഇപ്പോൾ കാണിക്കുന്ന ഗ്രീൻ കളർ ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നതായിരുന്നു. അതിനകത്ത് ഞാൻ ഇട്ട് വച്ചിരുന്നത് കാലിഗ്രഫി പെൻസും ഹൈലൈറ്റേഴ്സും കുറച്ച് കളർ പെൻസും ഒക്കെയാണ്. ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതുന്ന സമയത്താണ് കളർ പെൻസും ഹൈലൈറ്റേഴ്സും കാലിഗ്രഫി പെൻസും ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് കാണിക്കുന്നത് കുറച്ച് സ്റ്റിക്കി നോട്ട് പാഡ്സ് ആണ്. അതിവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അതിനകത്ത് കൂടുതലും എഴുതാറ് ഇക്വേഷൻസൊക്കെ എഴുതി വാളിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്കി നോട്ട് പാഡ്സ് ആണെങ്കിൽ ഞാൻ നോവലൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഏതുവരെ വായിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് മടക്കി വെച്ചിട്ട് പോയാൽ പിന്നീട് നമ്മൾ വന്ന് അത് എടുക്കുന്ന സമയത്ത് ഏതുവരെ വായിച്ച് നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. ആയിട്ട് കാണിക്കുന്നത് പേനകളെല്ലാം അടുക്കി ബോക്സിനകത്ത് തിരിച്ചിടുകയാണ്. തീർന്നത് ഏത് പേനയാണ്, മഷിയുള്ളത് ഏത് പേനയാണ് എന്ന് നോക്കി തെളിയുമോ ഇല്ലയോ എന്ന് നോക്കി കറക്റ്റ് ആയതിനു ശേഷം ചെയ്യുന്നതാണ് അടുത്തത് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് യൂണോമാക്സിൻ്റെ കുറച്ച് കളർ പെൻസ് ആണ്. നമുക്കിത് നോട്ട് എഴുതുന്ന സമയത്ത് നല്ല യൂസ്ഫുള്ളാണ്. നോട്ട് എഴുതി പോകാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് കുറച്ച് കീ ചെയിൻസ് ആണ്. ബർത്ത്ഡേയിൽ ഗിഫ്റ്റ് കിട്ടിയ കീ ചെയിൻസും ഉണ്ട്, അല്ല ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ കീ ചെയിൻസും ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ലവിൻ്റെ കീ ചെയിൻ ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ പേരെഴുതി കീ ചെയിൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ എറൈസേഴ്സും ഷാർപ്പ്നറും എല്ലാം ഞാനൊരു ഒരു കുഞ്ഞ് ബോക്സിനകത്തിട്ട് വയ്ക്കുന്നതാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. കുറച്ചും കൂടിയൊക്കെ ഷാർപ്പ്നറൊക്കെ ഉണ്ടായിരുന്നു, ചിലതൊക്കെ മുറിയാത്തതായിരുന്നു. അത് പിന്നെ വേസ്റ്റ് ബോക്സിലിടുകയാണ് ചെയ്തത്. പെൻസും കളർ പെൻസും ഒക്കെ ഓരോ ബോക്സുകളിലാക്കിയിട്ട് ഞാൻ ജനാലയുടെ സൈഡിലേക്ക് അത് മാറ്റി വെച്ചു. ഈ ബോക്സിൽ ഞാൻ പേനകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് കുറച്ച് ഗംസ് ആണ്. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ള ഗംസും സിസേഴ്സും സ്റ്റാപ്ലറും ഒക്കെ ഒരു ബോക്സിനകത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് 2 സ്മൈലി സ്റ്റാമ്പ്സ് ആണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അടുത്ത ഉത്സവത്തിന് പോയ സമയത്ത് വാങ്ങിച്ച 2 സ്മൈലി സ്റ്റാമ്പ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് പറയുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല. ഇത് 2 ഇയേഴ്സ് മുന്നേ വാങ്ങിച്ചതാണ്. 10 രൂപയോ മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ രണ്ടും കൂടി 20 രൂപ. ഇനി കാണിക്കുന്നത് പേപ്പർ ക്ലിപ്സ് ആണ്. ഇത് ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് എൻ്റെ കുറച്ച് നൈം സ്ലിപ്സും പിന്നെ മിറർ ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിച്ച മിററും ഞാനൊരു കവറിനകത്ത് ആക്കി വയ്ക്കാൻ പോവാണ്. മിറർ ബോൾ ചെയ്യുന്നതും ജേർണൽ എഴുതുന്നതും നീറ്റ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേ നന്നായി ടൈം കിട്ടുള്ളൂ. ഈ സാധനങ്ങളെല്ലാം കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കവറിനകത്താക്കി ഒരു ഫയലിനകത്ത് ഇട്ട് ഒരു ബോക്സിനകത്ത് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്തതും ഫയലിനകത്ത് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് വാട്ടർ കളർ ട്യൂബുകളാണ്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ +2 പഠിച്ചിരുന്ന സമയത്താണിത് വാങ്ങിച്ചത്. വെക്കേഷനായി ഇപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് റൈറ്റിംഗ് നോട്ട് പാഡ്സ് ആണ്. നമുക്ക് ഷോർട്ട് പോയിൻറ്റ്സും ഷോർട്ട് നോട്ട്സും ഒക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന നല്ല ബുക്സാണ്. ഇതെൻ്റെ ഫോൺ കവറും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റിങ് ബ്രഷും ആണ് കാണിക്കുന്നത്. ഇത് 3 എൻ്റെ ടേബിളിൻ്റെ പുറത്തുള്ള ക്യൂട്ടായിട്ടുള്ള ബേബി മോങ്കാണ്. ഇത് 4 ആയിട്ടാണ് വയ്ക്കാറ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് മേടിക്കണം. ഈ ബുക്സ് ഞാൻ റഫായിട്ട് കാൽക്കുലേഷൻസൊക്കെ ചെയ്ത് പഠിക്കാറുള്ളതാണ്. അല്ലാതെ ഞാൻ എൻട്രൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നോട്ട്സും എക്സാം ഷീറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ടാലൻറ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് എക്സാംസൊക്കെ നടത്തുന്നുണ്ട്. എൻട്രൻസിനായാലും നമ്മൾ +1 +2 ആയാലും അതുപോലെ തന്നെ നല്ല ക്ലാസ്സുമാണ്. ഒരുപാട് എക്സാംസൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഓട്ടോഗ്രാഫ്സ് ആണ്. +2 ഓട്ടോഗ്രാഫും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ 10th ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ്. +2 അങ്ങനെ ഓട്ടോഗ്രാഫ് ആരും എഴുതിയില്ല. ടൈം അത്ര കിട്ടിയില്ലായിരുന്നു എക്സാം സമയത്താണെങ്കിലും. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു അലാറമാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വരാറുണ്ട്. പിന്നെ ഇതിൽ ഡേ അറിയാൻ പറ്റും, മന്തും ഡേറ്റും അറിയാൻ പറ്റും.
ഇതെന്ന് പറയുന്നത് എൻട്രൻസ് ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. മാത്സും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നടത്തിയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണിക്കുന്നുണ്ട്. എൻട്രൻസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്നും ഡെയിലി എക്സാംസ് നടത്താറുണ്ട്. എൻ്റെ അനിയൻ്റെയും ഫോട്ടോ ഫ്രെയിം ചെയ്തിരുന്നു. അത് ആ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ബേബി മോങ്കും 3 സൈഡിലേക്ക് വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.